ചെറുകിട മദ്യവിൽപ്പനയിൽ നിന്ന് വ്യാജ മദ്യലോബിയുടെ തലപ്പത്തേക്ക് വളർന്ന വ്യക്തിയാണ് ഇടുക്കി മൂന്നാർ സ്വദേശി പ്രഭാകരൻ. നിരവധി അബ്കാരി കേസുകളിൽ പ്രതി. വിവിധ എക്സൈസ് ഓഫീസുകളിലായി 8 അബ്കാരി കേസുകൾ. കാപ്പ നിയമപ്രകാരം കുറച്ചുനാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇടപാടുകൾ തുടർന്നു. ഒടുവിൽ പ്രഭാകരൻ വീണ്ടും എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്നാണ് എക്സൈസ് സംഘം ഇയാളെ പൊക്കിയത്. പ്രഭാകരനെ വലയിലാക്കാനായി പ്രത്യേക ടീമിനെ നിയമിച്ചിരുന്നു. മൂന്നാർ നായമക്കാട് എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് മുമ്പ് പ്രഭാകരൻ താമസിച്ചിരുന്നത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വിവിധ എക്സൈസ് ഓഫീസുകളിലായി 8 കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട്. പോലീസ് കേസുകൾ വേറെയും. കാപ്പ നിയമപ്രകാരം കുറച്ചുനാൾ പ്രഭാകരൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. നിലവിൽ 3 അറസ്റ്റ് വാറണ്ടുകൾ പ്രഭാകരന്റെ പേരിൽ ഉള്ളതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായ പ്രഭാകരനെ ഇന്നലെ കോയമ്പത്തൂർ വെച്ചിട്ട് എക്സൈസിന്റെ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ അയാളുടെ പേരിൽ 8ഓളം അബ്കാരി കേസുകൾ എക്സൈസിന്റെ വിവിധ ഓഫീസുകൾ എടുത്തിട്ടുണ്ട്. പോലീസിന് ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. കാപ്പ നിയമപ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. 3 അറസ്റ്റ് വാറണ്ടുകൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മധ്യമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സാറിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയേന്ദ്ര സാർ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു. ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലയിലാക്കാനായി നിയോഗിച്ചിരുന്നു. ഈ സംഘത്തിന്റെ കൃത്യമായ പ്രവർത്തനമാണ് ഇയാൾ എവിടെയെന്ന് കണ്ടെത്താനും കോയമ്പത്തൂരിൽ നിന്നും കസ്റ്റഡിയിലെടുക്കാനും സഹായിച്ചത്. ചെറുകിട മദ്യവിൽപ്പനക്കാരിൽ നിന്നും വ്യാജ മദ്യലോബിയുടെ തലപ്പത്തേക്ക് വളർന്നതാണ് പ്രഭാകരന്റെ ചരിത്രം. പ്രതി പിടിയിലായതോടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം തുടർ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി.